അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഏതാനും ആഴ്ചകളായി മയ്യിത്ത് സംസ്കരണത്തിലെ ദീനിൻ്റെ നിയമാവലികൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ വിശദമായി തന്നെ, പരമാവധി ഒന്നും വിട്ടുപോകാതെ തന്നെ പറഞ്ഞ എത്ര ഭാഗങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. മയ്യിത്ത് കുളിപ്പിക്കുന്ന രൂപം അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു. കഴിഞ്ഞയാഴ്ച കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചില സുഹൃത്തുക്കൾ വിട്ടുപോയ ഭാഗം, പറയൽ അനിവാര്യമായ ഭാഗം വിട്ടുപോയത് ഉണർത്തി തന്നു. അൽഹംദുലില്ലാഹ്. അഥവാ കഫൻ ചെയ്യുമ്പോൾ മയ്യിത്തിനെ 3 തുണികളിൽ പൊതിയുമ്പോൾ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത്? നമസ്കാരത്തിൽ കൈ കെട്ടുന്നത് പോലെ കൈ കെട്ടിയിട്ട് കഫൻ ചെയ്യണോ അതോ നിവർത്തി വെക്കണോ? പല ഭാഗത്തും പല രീതിയിലുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതി സ്വീകരിക്കുന്നവർ വേറെ രീതി സ്വീകരിക്കുന്നവരെ വിമർശിക്കുന്ന ഒരു അവസ്ഥയും കണ്ടുകൊണ്ടിരിക്കുന്നു. മലബാർ ഭാഗങ്ങളിൽ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആ ഏരിയയിലൊക്കെ 2 കൈകളും താഴ്ത്തി വെച്ചുകൊണ്ട്, ചേർത്തി വെച്ചുകൊണ്ട് കഫൻ ചെയ്യുന്ന രീതിയാണ് സാർവത്രികമായിട്ടുള്ളത്. മധ്യ കേരളത്തിൽ രണ്ടും കൂടിയൊരവസ്ഥയാണ്. ചില ഭാഗങ്ങളിൽ കൈ കെട്ടുന്ന രീതിയുണ്ട്, ചില വീടുകളിൽ നിവർത്തി വെക്കുന്ന രീതിയുണ്ട്. 2 രീതിയും വിമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഭൂരിഭാഗവും കൈ കെട്ടുന്ന രീതിയാണ്. ഇത് ഏത് രീതിയാണ് ശരിയായിട്ടുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. മഹാന്മാരായ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പല കിതാബുകളും റഫർ ചെയ്തപ്പോൾ മുഗ്നിൽ മുഹ്താജ് എന്ന് പറയുന്ന മിൻഹാജിന്റെ വിശദീകരണം, വ്യാഖ്യാന ഗ്രന്ഥം മുഗ്നിയിൽ കാണാം. വഹൽ തുജ്അലു യദാഹു അലാ സ്വദ്രിഹി ഔ യുർസലാനി ഫീ ജംബിഹി. ഒരു ചർച്ചയാണ്. കഫൻ ചെയ്യുമ്പോൾ മയ്യിത്തിന്റെ കൈകൾ ഹൽ തുജ്അലാഹു യദാഹു അലാ സ്വദ്രിഹി, കൈ നെഞ്ചത്ത് കെട്ടിവെക്കുകയാണോ വേണ്ടത്? ഔ യുർസലാനി ഫീ ജംബിഹി, 2 ഭാഗത്തേക്ക് നിവർത്തി ചേർത്ത് വെക്കുകയാണോ വേണ്ടത്? ഒരു ചർച്ച. ആ ചർച്ചയിൽ മറുപടി പറയുന്നത് ലാ നഖ്ല ഫീ ദാലിക, രണ്ടായാലും അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസ് കൈ കെട്ടണമെന്നോ നിവർത്തി വെക്കണമെന്നോ പ്രത്യേകം നിർദ്ദേശം കാണുന്നില്ല. ഫകുല്ലും മിൻ ദാലിക ഹസനുൻ, രണ്ടായാലും നല്ലതാണ്. 2 രീതി സ്വീകരിച്ചാലും നല്ലതാണ്. ഇതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഒരു ഗ്രന്ഥത്തിന്റെ ഉദ്ധരണി എങ്കിൽ, മറ്റു ചില ഗ്രന്ഥങ്ങളിൽ താഴ്ത്തി വെക്കുന്നതായിരിക്കും നല്ലത്. അതാണ് മദ്ഹബിലെ മുഖ്താറായ നല്ല അഭിപ്രായമെന്ന് അഭിപ്രായപ്പെട്ട ഉലമാ ഉണ്ട്. കാരണം മറവ് ചെയ്യുമ്പോൾ, കഫൻ ചെയ്യുമ്പോൾ സൗകര്യത്തിന് വേണ്ടി നിവർത്തി വെക്കുകയാണ് നല്ലത്. ഖബറിൽ കിടത്തുമ്പോഴും അതാണ് സൗകര്യം. അതുകൊണ്ട് നിവർത്തി വെക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ, ഇമാമുമാർ ഉണ്ട്. എന്നാൽ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ ഹനഫി മദ്ഹബിന്റെ വീക്ഷണത്തിൽ കൈകെട്ടലാണ് ഉത്തമം. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലൊക്കെ കെട്ടിക്കൊണ്ടുള്ള അവസ്ഥ കണ്ടത്. ഏതായാലും ഏത് രീതി കണ്ടാലും അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. ഫകുല്ലുൻ മിൻ ദാലിക ഹസനുൻ, രണ്ടായാലും അതിൽ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എന്നാലും ഇവിടെയൊക്കെ വാശിയുള്ളത് പോലെ ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകും. കൈ കെട്ടിയില്ലെങ്കിൽ നിവർത്തി വെക്കുന്നത് ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ചില സഹോദരന്മാർ പിടിച്ചു വലിച്ച്, കാരണം ഇതിപ്പോ നമ്മള് മരണം നടന്ന ഉടനെ കൈയും കാലും ഒക്കെ മയപ്പെടുത്തി വെച്ചാലും ചിലപ്പോൾ ഒരു 12-13 മണിക്കൂർ കഴിയും കഫൻ ചെയ്യുമ്പോൾ. അപ്പൊ നിവർന്ന് കിടക്കുന്ന കൈകൾ പിടിച്ച് വലിച്ച് കെട്ടുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ക്ലേശിക്കേണ്ട കാര്യമില്ല. അപ്പൊ കുല്ലും മിൻ ദാലിക ഹസനുൻ, പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർ, തർജീഹിന്റെ മുജ്തഹിദിന്റെ ഇമാമുമാരൊക്കെ മുഖ്താറാക്കിയ പ്രബലമാക്കിയ അഭിപ്രായം ഇർസാലാണ്, കൈ നിവർത്തി വെക്കലാണ്.
നിവർത്തി വെക്കലാണ് നല്ലത് ഷാഫിഈ മദ്ഹബിൽ എന്ന് കരുതി എവിടെയെങ്കിലും കിട്ടുന്നത് കണ്ടാൽ അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഈ ശാഖാപരമായ ഭിന്നത അതൊരു വലിയ വിഷയമല്ല. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ. ശാഖാപരമായ ഇമാമിയങ്ങളുടെ ഭിന്നത ഈ ഉമ്മത്തിന് അനുഗ്രഹമാണ് എന്നാണ് ഇമാമുമാർ പഠിപ്പിച്ചത്. ശാഖാപരമായി നാം ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ ശരിയാണ്. സുബഹിക്ക് കുനൂത്ത് ഓതുന്ന രീതി നാം സ്വീകരിക്കുമ്പോ മറ്റു ചില മദ്ഹബുകൾ അത് ഓതാത്ത രീതിയുണ്ട്. വിമർശിക്കേണ്ട കാര്യമില്ല. യഫകുല്ലും മിൻ ദാലിക ഹസനുൻ, എല്ലാം നല്ല രീതിയാണ്. ഓരോ ഇമാമിയങ്ങൾക്കും ഖുർആനും ഹദീസും വെച്ച് അവർ ഇജ്തിഹാദ് ചെയ്ത് കിട്ടിയ ഫലങ്ങളാകുന്നു. അതുകൊണ്ട് നിവർത്തി വെക്കലാണ് ശാഫിഈ മദ്ഹബിൽ ഉത്തമം. വളരെ ക്ലേശിച്ച് കൈ കെട്ടേണ്ട കാര്യം ഒന്നും ഇല്ല. എന്നാൽ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അത് വിമർശിക്കേണ്ട ആവശ്യവും ഇല്ല എന്നതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാണ്ടത്. ഇനി അതിന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ അതിന് വാശി പിടിച്ചതായി കൈ കെട്ടണം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. അവർ ശ്രദ്ധിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഈ രണ്ട് രീതിയും ഏതാണ് നല്ലത് എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ മറുപടി ലാ നഖ്ല ഫീ ദാലിക, അതിൽ പ്രത്യേകിച്ചൊരു തെളിവ് ഒരു ഭാഗത്തും കാണുന്നില്ല. ഫകുല്ലും മിൻ ദാലിക ഹസനുൻ, രണ്ടായാലും വിരോധമൊന്നുമില്ല. ഇനി നമുക്ക് പറയാനുള്ളത്, കുളിപ്പിച്ചു, കഫൻ ചെയ്തു, പിന്നെന്താ? ഇനി നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോവലാണ്, മറവ് ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോകലാണ്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഇത്രയും സമയം സാക്ഷികളായ അവിടെ സന്നിഹിതരായ സത്യവിശ്വാസികൾ വളരെ അത്യാവശ്യമായി തന്നെ അവർ മയ്യിത്തിനെ അനുഗമിക്കേണ്ടതാണ്. പള്ളികളിലേക്ക് നമസ്കാരത്തിന് പുറപ്പെടേണ്ടതാണ്, മയ്യിത്തിനോടുകൂടെ പോകേണ്ടതാണ്. അത് വിശ്വാസിയുടെ കടമയാണ്, ബാധ്യതയാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം പല ബാധ്യതകളുമുണ്ട്. പരസ്പരമുള്ള കടപ്പാടുകളിൽ പ്രധാനപ്പെട്ട 5 എണ്ണമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി 5. വിശ്വാസികൾ പരസ്പരമുള്ള കടമകൾ 5 എണ്ണമാണ്. 1 റദ്ദുസ്സലാം, സലാം മടക്കുക. അവൻ എങ്ങനെ തലയെക്കെട്ട് കെട്ടിയിട്ടുള്ളത്, അവൻ എങ്ങനെ മുണ്ടെടുത്തിട്ടുള്ളത്, അവന്റെ താടി നീണ്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയല്ല. അത് പറയുന്നിടത്തും അഫ്ശുസ്സലാം അല്ലെ, അലാമൻ അറഫ്ത വമല്ലം തഅരിഫ്, നീ അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ വസ്തുനിഷ്ഠമായി ഒരാളെ അറിയില്ല, തെളിവ് കൊണ്ട് പള്ളിയിൽ ഇപ്പൊ ഇങ്ങനെ കയറുന്ന കാക്കയാണ്, മുസ്ലിമാണെന്ന് നമുക്കറിയുള്ളൂ. അവൻ നമുക്ക് പരിചയമില്ല, എങ്കിലും സലാം പറയാ. എന്നാൽ തെമ്മാടികളോടും മുബത്തദികളോടും നിസ്സഹകരണത്തിന്റെ പാത, അവര് നന്നാകാൻ വേണ്ടി, അവരാ വഴിപിഴച്ച മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാൻ വേണ്ടി ചില ഘട്ടങ്ങളിൽ സലാം മടക്കാതിരിക്കുന്ന ഒരു മേഖല ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് വെച്ച് താൻ വിശ്വസിക്കുന്ന, താൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആളല്ലെങ്കിൽ സലാം മടക്കാതിരിക്കുക എന്ന് പറഞ്ഞ രീതി നിന്റെ സ്വാർത്ഥ താല്പര്യമാണ്. ഇതിന് ദീനിന്റെ തെളിവ് കാണൂല. റദ്ദുസ്സലാം, സലാം മടക്കൽ പരസ്പരമുള്ള കടമകളിലൊന്നാണ്. വഇയാദത്തുൽ മരീൽ, രോഗികളെ സന്ദർശിക്കൽ. വത്തിബാഉൽ ജനായിസ്, ജനാസകളെ അനുഗമിക്കൽ. നമസ്കാരത്തിനും മറവ് ചെയ്യാനും ജനാസകളെ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകൽ വിശ്വാസികൾ പരസ്പരമുള്ള കടമകളിൽ പ്രധാനമായതെന്ന് മുഹമ്മദ് മുസ്തഫ പ്രധാനപ്പെട്ട കടമ. ഇജാബത്തു ദഅവതി, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. വലിയ ആളുകൾ വിളിച്ചാൽ പോവാ, പാവപ്പെട്ടവനാണെങ്കിൽ മണ്ടമ്മ ചൊറിഞ്ഞ് നിൽക്കുക പാടില്ല. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. വതശ്മീതുൽ ആതിഷ്, തുമ്മിയവന് പ്രത്യഭിവാദ്യം ചെയ്യാ, അൽഹംദുലില്ലാഹ് ഇർഹമുക്കല്ലാഹ്, നമുക്കറിയാലോ. ഇങ്ങനെ പ്രധാനപ്പെട്ട പരസ്പരമുള്ള കടമകളിൽ ഒന്നാണ് ഇത്തിബാഉൽ ജനായിസ്, ജനാസകളെ അനുഗമിക്കുക എന്നത്. മുസ്തഫായ നബി തങ്ങൾ പഠിപ്പിച്ചു, പ്രത്യേകമുണർത്തി. ഈ കടമകളുടെ കൂട്ടത്തിൽ ജനാസ അനുഗമിക്കുന്ന വിഷയം. ഉദുൽ മരീൽ, നിങ്ങളുടെ സഹോദരന്മാർ രോഗബാധിതരായി കിടക്കുമ്പോൾ നിങ്ങൾ അവരെ സന്ദർശിക്കണം. വത്തബിഉൽ ജനായിസ്, അവർ മരണപ്പെട്ടാൽ അവരുടെ മയ്യിത്ത് സംസ്കരണങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുകയും വേണം. അവിടെ പോയി മുഖം കാട്ടി തിരിച്ചു പോന്നാൽ പോരാ.
തുദക്കിറുകുമുൽ ആഖിറ. അങ്ങനെയെങ്കിലും രോഗികളെ സന്ദർശിച്ചും ജനാസകളെ അനുഗമിച്ചും ആഖിറത്തെ കുറിച്ചുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെയെങ്കിലും ചങ്ങാതിമാരെ മരിക്കും എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. തുദക്കിറുകുമുൽ ആഖിറ, ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് സദാ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ മയ്യിത്തിനെ, ജനാസയെ അനുഗമിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പിക്കുന്നു. ഇതിന്റെ പുണ്യമൊക്കെ എത്ര വലിയ പുണ്യമാണ് ഇതിന് കിട്ടുന്നത്. ചെറിയ പുണ്യമല്ല. നമ്മൾ വീട് സന്ദർശിച്ച് വീട്ടിലൊന്ന് പോയിട്ട് തിരിച്ചു പോരുന്നത് ഇതിന്റെ പുണ്യത്തെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇമാം ബുഖാരി കിതാബുൽ ജനായിസിൽ ഉദ്ധരിച്ച ധാരാളം ഹദീസുകളിൽ ഒന്നാണ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ജനാസ കൊണ്ടുപോകുമ്പോ പിറകെ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നതും മറവ് ചെയ്ത് തീരുന്നത് വരെ അവിടെ പങ്കെടുക്കുന്നതിന്റെയും മഹാത്മ്യം വിവരിച്ചുകൊണ്ട് മുസ്തഫായ നബി തങ്ങൾ പറയുന്നു, മൻ ഷഹിദൽ ജനാസത ഹത്താ മൻ ഷഹിദൽ ജനാസ ഫലഹു ഖിറാത്തുൻ. ജനാസയെ ആരെങ്കിലും അനുഗമിച്ചാൽ നമസ്കാരം വരെ പിന്തുടർന്നാൽ, അനുഗമിക്കുമ്പോൾ നിസ്കരിക്കുന്നത് വരെ ഏതായാലും ഉണ്ടാവുമല്ലോ, അല്ലാതെ വഴിക്കന്ന് തന്റെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ കയറല്ല. നമസ്കാരം വരെ ആരെങ്കിലും ജനാസയെ അനുഗമിച്ചാൽ ഫലഹു ഖിറാത്തുൻ, അവനൊരു ഖിറാത്തുണ്ട്. വമൻ ഷഹിദാ ഹത്താ തുദ്ഫന വകാന ലഹു ഖിറാത്താനി. മറവ് ചെയ്യുന്നത് വരെ മയ്യിത്തിനെ പിന്തുടർന്നാൽ, നമസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് എടുത്ത് മറവ് ചെയ്ത് പൂർത്തിയാകുന്നത് വരെ മയ്യിത്തിന്റെ പിറകെ പോയാൽ വകാന ലഹു ഖിറാത്താൻ, പങ്കെടുത്ത വിശ്വാസിക്ക് 2 ഖിറാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം 2 ഖിറാത്ത്. ഖീല യാ റസൂലല്ലാഹ് വമൽ ഖിറാത്താൻ. എന്താണ് ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഖിറാത്തുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ, എന്താണത്? ഫഖാല മിസ്ലുൽ ജബലൈനിൽ അളീമൈൻ. പ്രതിഫലം കൊണ്ട് വലിയ ഒരു പർവ്വതത്തിന്റെ അതാണ് ഒരു ഖിറാത്ത്. ഒരു പർവ്വതത്തിന് സമാനമായ പുണ്യം, 2 പർവ്വതത്തിന് സമാനമായ പുണ്യം എന്ന് വെച്ചാൽ അത് എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. ഒരു വലിയ പടുകൂറ്റൻ പർവ്വതത്തിന്റെ അത്ര കൂലി അള്ളാഹു കൊടുക്കും. മിസ്ലു ജബലി ഉഹദിൻ, ഉഹദ് മലയിലേക്ക് ചൂണ്ടിക്കാണിച്ച് പുന്നാര നബി പഠിപ്പിച്ചു, ഈ മലയുടെ അത്ര കൂലി. മറവ് ചെയ്യുന്നത് വരെ പിന്തുടർന്നാലോ ഇങ്ങനത്തെ 2 മലക്ക് സമാനമായ, പർവ്വതത്തിന് സമാനമായ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ ഹദീസ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കേട്ടിട്ടില്ലായിരുന്നു. മുത്തബിഉ സുന്നയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ അബ്ദുല്ല എന്നവർ ഈ ഹദീസ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്ത് കേട്ടാലും പിന്തുടരുന്ന സ്വഭാവമായിരുന്നു ആ സ്വഹാബിക്ക്. എത്രത്തോളം? മുത്തബിഉ സുന്ന, നബിയുടെ സുന്നത്ത് അക്ഷരം പ്രതി പിൻപറ്റുന്ന ഒരു ടൈറ്റൽ നെയിം ആ സ്വഹാബിക്കുണ്ട്. നബിയുടെ സുന്നത്ത് ഇങ്ങോട്ട് കേട്ടാ പിന്നെ ചോദ്യം ചെയ്യലില്ല, അങ്ങോട്ട് പിന്തുടരുന്നത്. അത് വേണോ വേണ്ട, നബി എങ്ങനെ ജീവിക്കുന്നത് നോക്കിയിട്ട് ജീവിക്കുക. ആ നെയിം കിട്ടാൻ എന്താ കാരണം? നബി തങ്ങൾ നടക്കുമ്പോ പിറകെ ഇബ്നു ഉമർ നടക്കും. പുന്നാര നബി എവിടെയാണോ കാല് വെച്ചത് അവിടെ കാല് വെക്കും. എന്താ ഇതില് കാര്യമുള്ളത്? നടക്കുമ്പോ പിറകെ നടക്കുമ്പോഴേ നബിയുടെ കാല് ഇവിടെ തട്ടി അവിടെ വെക്കുക. മുത്തബിഉ സുന്ന, സുന്നത്ത് ഇടവും വലവും നോക്കാതെ ഇത്തിബാഅ് ചെയ്യുന്ന ഈ സ്വഹാബി ഈ ഹദീസ് കേട്ടിട്ടില്ലായിരുന്നു. ഒരിക്കൽ കേൾക്കാനിടയായി മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങള് ഈ ഹദീസ് ഇബ്നു ഉമറിന്റെ സന്നിധിയിൽ വെച്ച് പറഞ്ഞു, ഇബ്നു ഉമറെ, ജനാസ അനുഗമിക്കുന്നതും മറവ് ചെയ്യുന്നത് വരെ പിറകെ പോകുന്നതിനും ഉള്ള കൂലി നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. 1 ഖിറാത്തും 2 ഖിറാത്തും പർവ്വതങ്ങൾക്ക് സമാനമായ പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുത്തബിഉ സുന്ന ഇബ്നു ഉമർ തങ്ങൾ കേട്ടപ്പോ സങ്കടത്തോടെ ആവലാതിപ്പെട്ടുകൊണ്ട് നെഞ്ചത്തടിച്ച് ആ മഹാനായ സ്വഹാബി പറയുകയാണ്, ലഖദ് ഫറത്നാ ഫീ ഖറാരി തഖ്സീറാ വലഖദ് ലയ്യഅതു മിൻ അംരില്ലാഹ്. പടച്ചോനെ, എത്ര കൂമ്പാരം നഷ്ടപ്പെട്ടു. പ്രതിഫലത്തിന്റെ എത്ര കൂമ്പാരങ്ങൾ, പർവ്വതങ്ങൾക്ക് സമാനമായ കൂമ്പാരങ്ങൾ നഷ്ടപ്പെടുത്തി പടച്ചോനെ. ലഖദ് ലയ്യഅതു മിൻ അംരില്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകളിൽപ്പെട്ട പുണ്യകരമായ പല
പുണ്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇതേക്കുറിച്ച് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടു. എന്താ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഒഴിവിട്ടിയപ്പോഴും പോയില്ല നമ്മളമായി. അപ്പൊ നമുക്ക് അറിയാത്തതുകൊണ്ടാ, വാശിയൊന്നും ആർക്കില്ലല്ലോ. ഇത്ര വലിയ കൂലി കിട്ടുമെന്ന് കേട്ടിട്ടും പോകാതിരിക്കാനുള്ള ഒരു വാശിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് അറിയാത്തത് കൊണ്ടാണ്. ഇത് പഠിച്ചല്ലോ, ഇപ്പൊ എല്ലാവരും പഠിച്ചല്ലോ ഇതിന്റെ പുണ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാന്റെ പൊരുത്തമല്ല വേണ്ടത്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പാർപ്പിടമായ ഫിർദൗസല്ലേ വേണ്ടത്. അതല്ലേ നമുക്ക് വേണ്ടത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസികളോടുള്ള കടമ നിർവഹിക്കുന്നതിലുപരി നിങ്ങളുടെ കുടുംബക്കാരോട്, സ്നേഹിതന്മാരോട്, അയൽക്കാരോട്, നാട്ടുകാരോട് നിങ്ങൾ കർത്തവ്യം നിർവഹിക്കുന്നതിലുപരി ആഖിറത്തിലേക്കുള്ള ഒരു വണ്ണമായ പ്രതിഫലാർഹമായ അമലായി അല്ലാഹു ഇത് സ്വീകരിക്കുന്നുണ്ട്. സ്വർഗം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള അമലുകൾ വേണം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മദീന പള്ളിയിൽ വെച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ മുഖത്ത് നോക്കി പ്രിയപ്പെട്ട ഹബീബ് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ നബി ചോദിക്കുക, റമളാനൊന്നും അല്ലാത്ത ഒരു കാലത്ത് ചോദിക്കുക, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ. ആർക്കാണ് ഇന്ന് സുന്നത്ത് നോമ്പുള്ളത്? ആർക്കാണ് നോമ്പുള്ളത്? സ്വഹാബികൾ മുഖത്തോട് മുഖം നോക്കി, ആർക്കില്ല, ആർക്കും കാര്യമായിട്ടില്ല. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്. ആ സദസ്സിൽ നിന്ന് പതുക്കെ എണീറ്റിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വിനീതനായ അബൂബക്കറിന് നോമ്പുണ്ട് നബിയേ. സുമ്മഖാല, രണ്ടാമത്തെ ചോദ്യം ഹബീബ് ചോദിച്ചു, മൻ ആദ മിൻകുമുൽ യൗമ മരീളാ. ഇന്ന് ആരാ രോഗിനെ സന്ദർശിച്ചവർ? ഈ ചോദിക്കുന്ന ടൈം എപ്പോഴാന്ന് ആലോചിക്കണം. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞ നബിയെ, സുബഹി നിസ്കാരം കണ്ട് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, രോഗിനെ കാണാൻ പോവാൻ നേരം കിട്ടിയിട്ടുണ്ട്. എന്ത് ചോദ്യം ഇത്? മഹത്വമായ ഒരു വണ്ണമായ പ്രതിഫലമുള്ള ഒരു അമൽ. ആരാന്ന് രോഗിനെ സന്ദർശിച്ചത്? ഉമർ റളിയല്ലാഹു എന്ന് തിരിച്ചു ചോദിച്ചു, അതിന് ടൈമായിട്ടില്ലല്ലോ, ഇവിടുന്ന് ഇറങ്ങണ്ടേ. മറ്റാരും ഒന്നും മിണ്ടാത്ത സമയത്ത് ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്. നബിയേ, ഞാനിങ്ങനെ പള്ളിയിലേക്ക് പോന്നപ്പോ രാത്രി കേട്ടിരുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന നമ്മുടെ കൂട്ടുകാരന് അസുഖമായി കിടപ്പിലാന്ന് കേട്ടിരുന്നു. പള്ളിയിലേക്ക് വരുന്ന വഴി, സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്ന വഴി അവിടെ കേറിയാ വന്നത്. തീർന്നില്ല, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ. ആരാണ് ഇന്നൊരു ദരിദ്രന് ഭക്ഷണം കൊടുത്തത്? സുബഹിക്ക് പള്ളിയിൽ വന്ന സ്വഹാബികളോട് ചോദിക്കുക, ഇന്ന് ആരാ ദാനം ചെയ്തത്? ഒരു പാവപ്പെട്ടവന് അന്നം കൊടുത്തത് ആരാ? അതിനും ടൈമായിട്ടില്ലല്ലോ. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു എന്ന് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ പള്ളിയുടെ മുറ്റത്ത് സുബഹിക്ക് പള്ളിയിലേക്ക് വന്നപ്പോ ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരൻ പള്ളിയുടെ മുറ്റത്ത് ഇരിക്കുന്നത് കണ്ടു. അതും കണ്ടാ ഞാൻ രോഗിനെ സന്ദർശിക്കാൻ പോയത്. എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ആ സ്വഹാബിന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ ഒരു പത്തിരി കഷ്ണം ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടാ പോന്നത്. അത് പള്ളിയിലേക്ക് കയറിയപ്പോ ആ പാവത്തിന് കൊടുത്തിട്ടാ പള്ളിയിലേക്ക് കയറിയത്. വീണ്ടും ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബ്, നിങ്ങൾ ആരാണ് ഇന്നലെ ജനാസ അനുഗമിച്ചവർ? അവിടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മറുപടി, ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പുണ്യകരമായ കാര്യങ്ങൾ ആരെങ്കിലും പരിഗണിച്ചാൽ, ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. രോഗികളെ സന്ദർശിക്കുന്ന കാര്യം, പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്ന കാര്യം, ജനാസ അനുഗമിക്കുന്ന കാര്യമൊക്കെ ആരെങ്കിലും മുഖവിലക്കെടുത്താൽ, അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ, അത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി, അത്തരം കാര്യങ്ങളിലൂടെ മുന്നേറിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, പ്രവേശിപ്പിക്കും തീർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് അവസരം ഒരുക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ച വീട്ടിൽ എത്തി നോക്കി പോരുന്ന അവസ്ഥ ഒഴിവാക്കുക. തിരക്കുണ്ടെങ്കിൽ നിന്റെ കച്ചവടത്തിന് പോയാൽ 10,000 ലാഭം കിട്ടിയാലും ശരി, നീ അതാണ്ട് മാറ്റിവെച്ചോ. ആഖിറത്തിൽ 2 പർവ്വതങ്ങൾക്ക് സമാനമായ പ്രതിഫലമല്ലേ നിന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടത് മുടക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കുക.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ കേട്ട അന്ന് മുതൽ പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജനാസകളിൽ പിന്തുടരുന്നു. കേൾക്കാത്ത കാലത്ത് പാഴായിപ്പോയതിൽ ദുഃഖിച്ച് പിന്നെ ആ ചാൻസ് മാക്സിമം ഉപയോഗപ്പെടുത്തി എന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്തപ്പോൾ എന്തൊക്കെ കിട്ടും? ഇത്ര വലിയ പ്രതിഫലം കിട്ടും. നിങ്ങളെ കുടുംബത്തോട്, അയൽക്കാരോട്, നാട്ടുകാരോട് ചെയ്യുന്ന ഒരു കടപ്പാടായി അല്ലേ? ഇതിന്റെ പുറമെ വേറെയും കാര്യമുണ്ട് പങ്കെടുക്കുന്നതിൽ. ഈ രണ്ട് കാര്യം മാത്രല്ല, ഇഅ്ലം അറിയുക, അന്നൽ ജനായിസ ഫീഹി ഇബ്റത്തുൽ ലിൽ ബസീർ. ബുദ്ധിമാന്മാർക്ക് ജനാസകളിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഉണർവിന് വകയുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ജനാസ സംസ്കരണത്തിൽ, മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. വഫീഹി തദ്കീറുൻ ലിഅഹ്ലിൽ ഗഫ്ലതി. അശ്രദ്ധരായി ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഓർമ്മപ്പെടുത്തലും അവർക്കും അതിനകത്ത് പാഠമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് അതിൽ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ബുദ്ധിയില്ലാതെ അശ്രദ്ധരായി ജീവിക്കുന്നവർക്കോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ഉണർത്തലാണ്, തട്ടി ഉണർത്തലാണ്. അവർക്കും അതിനകത്ത് പാഠമുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനാസകൾ അനുഗമിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മര്യാദ സ്വീകരിക്കണം. നമ്മുടെ ഈ ചന്ത സംസ്കാരമല്ല അത്ര നേരത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനാസ കണ്ടാല് പള്ളിപ്പറമ്പിലേക്ക് നമസ്കാരത്തിനെടുക്കുമ്പോ അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നു, കാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇദാ റഅ ജനാസതൻ ഖാലാ ഇംലൂ ഫഇന്നാ അലൽ ഇസ്രി. നിങ്ങൾ നടന്നോളൂ, നിങ്ങൾ നടന്നോളൂ, പിറകെ ഞങ്ങളും വരാം. നിങ്ങൾ നടന്നോളൂ, പിറകെ ഞങ്ങൾ വരാം. മഹാനായ മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇഗ്ദൂ ഫഇന്നാ റായിഹൂൻ. നിങ്ങൾ നേരം പുലരുമ്പോ തന്നെ പോവാണല്ലേ, വൈകുന്നേരമാണ് കൊണ്ടുപോകുമെങ്കിൽ ഇതാ പറയാ, നിങ്ങൾ പുലർവേളയിൽ തന്നെ പോവാണ്. ഇപ്പോ വഇന്ന, ഞങ്ങൾ തീർച്ചയായിട്ടും വൈകിട്ട് വരാം. ചിലപ്പോ ഞങ്ങളില്ല. രാവിലെ ആയാൽ വൈകുന്നേരം ആകാൻ എത്ര താമസമുണ്ട്? വഇന്നാ റായിഹൂൻ, ഞങ്ങൾ വൈകുന്നേരം വരാൻ, നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ അല്ലേ. മഹാനായ അബൂ അംരി ബിനുൽ അലാ റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹം ആകെ നിരച്ചു പോയി, തലമുടിയും ചെറുപ്പത്തിൽ അകാല നിര. ആളുകൾ ചോദിച്ചു, എന്ത് പറ്റിപ്പോയത്, എന്താ പത്ര വലിയ ടെൻഷൻ? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ സാധാരണ. എന്താ ചോദിക്കാൻ വകല്ല, എല്ലാവരും ഒക്കെ ചെറുപ്പക്കാരാ, 90 വയസ്സായ ഉപ്പാപ്പ വരെ ചെറുപ്പക്കാരാ. കാരണം നിരച്ചത് കാണുന്നില്ല, എന്തുകൊണ്ടാണ് നമ്മളിപ്പോ അതിനെപ്പറ്റി പറയണ്ട. ഏതായാലും മുഴുവൻ നിരച്ച് ഈ മഹാനായ ജ്ഞാനിയോട് ആളുകൾ ചോദിച്ചു, എന്തു പറ്റി? ഫഖാല ശയ്യബത്തിനിൽ ജനായിസു. ധാരാളം മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തുകൊണ്ടായി നേരെ ബാധിച്ചത്. എന്തായി? മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുമ്പോ പഠിച്ചോനെ, എന്റെ ഗതി ഇതാണല്ലോ. ഇന്നലെ വരെ ആരോഗ്യത്തോടെ എണീറ്റ് നടന്ന, ചുറുചുറുക്കുണ്ടായിരുന്ന എന്റെ കൂട്ടുകാരൻ, നിശ്ചലമായ ചേതനയറ്റ അവന്റെ ശരീരം, അവന്റെ വേണ്ടപ്പെട്ടവർ ചുമന്നു പോകുന്നത് കണ്ടില്ലേ? അവന് മിണ്ടാൻ അറിയില്ലല്ലോ, അവന് ചലിക്കാൻ സാധിക്കില്ലല്ലോ. ഇതല്ലേ നാളെയും എന്റെ അവസ്ഥ. ശയ്യബത്തിനിൽ ജനായിസ്, ജനാസകളാണ് എന്റെ മുടി നരപ്പിച്ചത്. ഈ അവസ്ഥ. മഹാനായ ഇബ്രാഹിമു സയ്യാത്തി റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ നളറ ഇലാ ഉനാസിൻ യതറഹമൂന അലൽ മയ്യിത്തി, ഒരു കൂട്ടം ആളുകളെ കണ്ടു. ഈ ആളുകൾ എന്താ പറയുക? അവരുടെ കൂട്ടത്തിൽ ഒരു ചങ്ങാതി മരിച്ചിരുന്നു, ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ കൂടി ഇരുന്നിട്ട് ആളുകൾ എന്താ പറയുന്നത്? പഠിച്ചവനെ, അവൻ പോയി, എന്തായിരിക്കും അവന്റെ അവസ്ഥ, അവന്റെ വീട്ടിലാണെങ്കിൽ കൊച്ചു മക്കള്, ആ പാവം എന്നൊക്കെ പറഞ്ഞിട്ട് മയ്യിത്തിന്റെ കാര്യത്തിൽ റഹ്മത്ത് പറഞ്ഞപ്പോ ഇത് കേൾക്കാൻ ഇടയായി മഹാനായ ഇബ്രാഹിമു സയ്യാത്തി റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ലൗ തറഹമൂന അലാ അൻഫുസികും ലകാന ഖൈറാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കുന്നതിലേറെ, അവന്റെ കാര്യത്തിൽ നിങ്ങൾ ഖേദിക്കുന്നതിലേറെ, ലൗ തറഹമൂന അലാ അൻഫുസികും ലകാന ഖൈറാ,
നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം അവനിലൂടെ പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിന്ന് ഖേദിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. മരിച്ചുപോയ ചെറുപ്പക്കാരൻ മൂന്ന് ദുരന്തങ്ങളിൽ നിന്ന് മരിച്ചുപോയ സഹോദരൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഏതാ മൂന്ന് ദുരന്തം? ഒന്ന് വജ്ഹു മലക്കിൽ മൗത്ത്, മലക്കുൽ മൗത്തിന്റെ മുഖം. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, ലഖദ് റആഹു, ആ മനുഷ്യൻ കണ്ടുപോയി, കണ്ടു കഴിഞ്ഞു, നീ ആ പേടിക്കാനില്ല. വമിറാറത്തുൽ മൗത്ത്, മരണത്തിന്റെ കാഠിന്യം. വജാഅത് സക്റത്തുൽ മൗത്ത്, ഖുർആൻ പറഞ്ഞല്ലോ മരണകാഠിന്യം എല്ലാവർക്കും വരുമെന്ന്. ആ മരണകാഠിന്യം ലഖദ് റാഖ, ആ മനുഷ്യൻ അനുഭവിച്ചു, നമ്മളല്ലേ അനുഭവിക്കാനുള്ളത്. വഖൗഫുൽ ഖാത്തിമ, അന്ത്യം എങ്ങനെയാകും? ഈമാനോടുകൂടെ മരണപ്പെടാൻ സാധിക്കുമോ, അതോ ഈമാനില്ലാതെ ചക്രശ്വാസം വലിക്കേണ്ടി വരുമോ എന്ന ആശങ്കയില്ലാത്ത മുഅ്മിനേതുണ്ട്? നിങ്ങൾക്കില്ലേ? ഇല്ല. ചോദിച്ചാൽ ഏതായാലും ഉണ്ട് എന്ന് പറയും. പണ്ടൊരു ചങ്ങാതി, എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ വെറുതെ കയ്യിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യം ഞാൻ ഈ കയ്യിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം, അത് ശരിയാണെങ്കിൽ ഒരു ഇറച്ചി പൊറാട്ടയും മേടിച്ചു തരുന്നു. പന്തയൊന്നുമല്ല, നിങ്ങളെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതി, ആ ഇഷ്ടമുള്ള സംഗതി ഇപ്പം ഞാൻ ഈ കയ്യിൽ നോക്കിയിട്ടാണ് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറച്ചി പൊറാട്ടയും മേടിച്ചു തരാൻ പറ്റൂലേ സന്തോഷത്തിന്? ഞാൻ പറഞ്ഞാൽ ഇറച്ചി പൊറാട്ടയും അല്ലെങ്കിലും മേടിച്ചു തരാം, നീ പറ. അപ്പൊ ചെവിയിൽ പറഞ്ഞു, മുഅ്മിനായി മരിക്കുക എന്ന് പറഞ്ഞു. ഇത് മുഅ്മിനായി മരിക്കുക, ഇതില്ലാത്തവരാരാ? എല്ലാവർക്കും ഉണ്ട്. ഇത് വെച്ചിട്ട് ആരും പന്തയം വെക്കാനൊന്നും പോണ്ടോ. മുഅ്മിനായി മരിക്കുക, ഇത് എല്ലാവർക്കും താല്പര്യമുള്ളതാ. ആശങ്കയുണ്ട് വിശ്വാസികൾക്ക് എങ്ങനെയായിരിക്കും അന്ത്യമെന്ന്. അതിൽ നിന്ന് ഫഖദ് അമിന, മരിച്ചുപോയ ചെറുപ്പക്കാരന് ഇനിയിപ്പാ പേടിയില്ലല്ലോ, ഏതായാലും ആ പടവ് കഴിഞ്ഞു, ആ കവാടം കടന്നുപോയല്ലോ. പേടിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചുപോയ ആളുകളുടെ കാര്യത്തിൽ ദുഃഖിച്ചോളൂ, ഖേദിച്ചോളൂ. പക്ഷെ അതിലുപരി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലൊന്ന് സങ്കടപ്പെടാൻ നോക്കണം. മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നശ്ഹദുൽ ജനായിസ്, വിലാപയാത്രകളിൽ ഞങ്ങൾ പങ്കെടുത്താൽ, മയ്യിത്ത് സംസ്കരണങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്താൽ, ഫലാ നദ്രി മൻ നുഅസ്സി, ആരെയാണ് സമാശ്വസിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയൂല. മുൻകാലത്തെ അവസ്ഥയെ പറയുന്നത്. മരിച്ചിട്ട് കൊണ്ടുപോകുന്ന നേരത്ത് ആരെ സമാധാനിപ്പിക്കണം? കുടുംബം മാത്രമൊന്നല്ല, ആ പരിചയമുള്ള നാട്ടുകാരൊക്കെ സങ്കടത്തിലാണ്. സങ്കടം എന്ന് പറഞ്ഞാൽ ആർപ്പുവിളിയല്ല, അവരുടെ മുഖത്ത്, അവരുടെ ഹൃദയം നൊന്ത് കരയാ. അങ്ങനെ നൊന്ത്, അങ്ങനെയല്ലേ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഉണ്ടാകേണ്ട ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. മയ്യത്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഇന്നിപ്പോൾ ഒപ്പം പോണ ആളുകളുടെ അവസ്ഥയൊക്കെ ഒന്ന് വിവരിക്കാൻ പറ്റൂല പള്ളിയിൽ ഇരുന്നിട്ട്, അല്ലേ? എല്ലാവരും ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന്, സമാധാനിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ലിഹുസ്നിൽ ജമീഅ്, എല്ലാവരും ദുഃഖഭാരത്തോടെ. എന്തിനാ ദുഃഖിക്കുന്നത്? ഒരാൾ മരിച്ചതിലുള്ള ദുഃഖമല്ല. പഠിച്ചോനെ, ഇതാണല്ലോ പഠിച്ചോനെ എന്റെ അവസ്ഥ, എന്നെയും കൊണ്ടുപോകില്ല ഇതേപോലെ. ഈ ചിന്തയാൽ എല്ലാവരും കഥനഭാരത്തോടെ നീങ്ങുമ്പോ ആരെ ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് കിട്ടാറില്ലായിരുന്നു. മഹാനായ സാബിത്തുൽ ബന്നാനി പറയാൻ, അദ്ദേഹം രണ്ടവസ്ഥയും കണ്ടു. മുൻഗാമിയാണ് അദ്ദേഹം. ആദ്യകാലത്ത് കണ്ട അവസ്ഥയും പിന്നെ കണ്ട അവസ്ഥയും. എന്താ സാബിത്തുൽ ബന്നാനി പറഞ്ഞത്? കുന്നാ നശ്ഹദുൽ ജനായിസ്, ഞങ്ങള് വയസ്സായ ആൾക്കാരൊക്കെ പറയല്ലോ മുന്നത്തെ അനുഭവം, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാല് ഈമാൻ ഉണ്ടായിരുന്നു എന്ന ആളുകൾ അങ്ങനെ പറയലുണ്ടല്ലോ, ആദ്യകാലത്തെ അനുഭവങ്ങൾ. സാബിത്തുൽ ബന്നാനി റഹിമഹുല്ല പറയാണ്, ഇമാം വസ്സാലി ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇഹിയയിൽ. എന്താ പറയുന്നത്? കുന്നാ നശ്ഹദുൽ ജനായിസ് ഫലാ നറാ ഇല്ലാ ബാക്കിയാ, എല്ലാവരും കണ്ണ് നിറയും. ആ അവസ്ഥയിൽ കണ്ണ് നിറഞ്ഞ ആളുകളെ കാണുള്ളൂ അവിടെ ചെന്ന്. എല്ലാവരും അവരവരുടെ അവസ്ഥ ആലോചിച്ച് കരയുന്ന രംഗം മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയാൻ, വൽ ആന, ഇന്നോ വൽ ആന നൻദുറു ഇലാ ജമാഅത്തിൻ യഹ്ദുറൂനൽ ജനായിസ്, ജനാസയിൽ പങ്കെടുക്കുന്ന, മരിച്ച വീട്ടിൽ വരുന്ന, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഒപ്പം പോരുന്ന, മറവ് ചെയ്യുന്നിടത്ത് പങ്കുകൊള്ളുന്ന ആളുകളെ ഇന്ന് കാണുന്നത് അക്സറുഹും യൽഹഖൂന വയൽഹൗൻ,
അവരിൽ അധികം ആളുകളും ചിരിക്കുകയാണ്, നാട്ടു സംസാരങ്ങളിലാണ്, അതുപോലെ തന്നെ അവരുടെ കച്ചവടങ്ങളുടെ കാര്യത്തിലാണ്. അവർ വിനോദത്തിലും ചിരിയിലുമാണ്. മയ്യത്തുണ്ടാവുമ്പോ കരച്ചിലുണ്ടോ? നമുക്ക് നമ്മൾ ചിരിക്കാൻ മുഖം കണ്ട് ചിരിക്കണോ? അത് മരിച്ചുപോയ ആൾക്കാർ കണ്ടാൽ മോശമല്ലേ എഴുതിയിട്ട് മുഖം ചിരിക്കൂല, മനസ്സ് ചിരിക്കില്ല. അല്ലെങ്കിൽ അല്ലാന്ന് പറ. ഇല്ലാ വഅക്സറുഹും യൽഹഖൂന വയൽഹൂൻ വലാ യതകല്ലമൂന ഇല്ലാ ഫീ മീറാസിഹി. മരിച്ചുപോയ ആള് ദുനിയാവിൽ കെട്ടിപ്പൊക്കിയ സൗധങ്ങളെ കുറിച്ച്, അദ്ദേഹം ഉണ്ടാക്കിയ പണത്തെ കുറിച്ച്, ഏതായാലും പോയി മക്കൾക്ക് കഴിഞ്ഞുവിടാനൊക്കെ ഉണ്ടാക്കി തന്നെ പോയത്. അത്രയും മാനാജി ഏതായാലും മരിച്ചു, കുഴപ്പമൊന്നുമില്ല, മക്കളിപ്പോ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കും. അതിനൊക്കെ ഉള്ളത് ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് ഈ പോകുന്ന നേരത്തെ സംസാരിക്കുന്നത്. ജനാസയും ചുമന്ന് പള്ളിയിലേക്ക്, പള്ളിപ്പറമ്പിലേക്ക് നീങ്ങുന്ന ആ സംഘം, ആ സംഘത്തിലുള്ള ഈ മനുഷ്യന്റെ ഉറ്റമിത്രങ്ങളും രക്തബന്ധുക്കളും സുഹൃത്തുക്കളും ആ സമയത്ത് ആലോചിക്കുന്നത് ഇല്ലാ ഫിൽ ഹീലത്തി, ഇവന്റെ പണം ഇനി എങ്ങനെ സ്വന്തമാക്കാമെന്ന് അതാലോചിക്കുക. ഇനിയിപ്പോ എങ്ങനെ കിട്ടാൻ കുറച്ച് കാശുണ്ടല്ലോ, അതിപ്പോ എങ്ങനെ കിട്ടുക, എപ്പോഴത് ആലോചിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയുന്നു. മരിച്ച വീട്ടിൽ നിന്ന് ഞങ്ങൾ പോരുക. ഒരാൾ മരിച്ചു, ആ മരിച്ച വീട് സന്ദർശിച്ചിട്ട്, അപ്പോൾ മയ്യത്ത് അപ്പോൾ എടുക്കുന്നില്ല, ഇച്ചിരി കഴിഞ്ഞേ എടുക്കുള്ളൂ, അപ്പോൾ എടുക്കാൻ നേരത്തെ ഇനി പോകാം എന്ന് വിചാരിച്ച് മരണ വീട്ടിൽ നിന്ന് പോരുക. പോന്നപ്പോ ആ വണ്ടിയിൽ മരണപ്പെട്ട് കിടക്കുന്ന ആളുടെ കൊച്ചാപ്പയുടെ മകൻ ഈ വിനീതം കയറിയ വണ്ടിയിൽ എൻ്റെ അടുത്തുണ്ട്. കൊച്ചാപ്പാന്റെ മോൻ പറയാ, ആ സമയം ആലോചിച്ച് നോക്കണം, മരണം കഴിഞ്ഞിട്ട് ഏതാനും മിനിറ്റുകളായിട്ടുള്ളൂ, കുറച്ച് കാശ് കിട്ടാണ്ട് എങ്ങനെ ഇപ്പൊ തന്നെ അത് പോയി ചോദിക്കുക. വല്ലാഹി, എന്നാ ഈ ആളാരറിയോ? കൊച്ചാപ്പാന്റെ മോൻ മാത്രല്ല, ഇരിയും പാമ്പും പോലത്തെ കൊച്ചാപ്പാന്റെ മക്കളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, അവർ ജീവിതകാലത്ത് ആത്മമിത്രങ്ങളായിരുന്നു. എങ്ങോട്ട് പോകുമ്പോഴും കൂടെ പോകുന്ന, എവിടെയും ഇപ്പൊ സെയ്ദും അമ്രും ഉണ്ടല്ലോ, യജൂജും മൗജൂജും എന്ന് പറയുമല്ലോ, ഈ ഉഡായിപ്പ് കമ്പനിനെ പറയും, രണ്ടാൾ കൂടിയ യജൂജും മൗജൂജും വരുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഏതൊരു കാര്യത്തിനും ഒപ്പം പോകുന്ന ആത്മസുഹൃത്തുക്കൾ. ഒരാളെ അള്ളാഹു നേരത്തെ വിളിച്ചു, മറ്റേ ആള് വണ്ടിയിൽ ഇരുന്നിട്ട് പറയാം, അത് മയ്യത്ത് കുളിപ്പിച്ചിട്ട് പോലുമില്ല, പറയാം ഇച്ചിരി കാശ് കിട്ടാണ്ട് ഷിയാബെ എങ്ങനെയപ്പോ അതിന് മേടിച്ചെടുക്കുക. വല്ലാത്ത സങ്കടം തോന്നി. മേടിക്കണം, ചോദിക്കണം, ഹക്കടപാടൊക്കെ ചോദിച്ച് വാങ്ങണം, പക്ഷെ അത് മനസ്സിൽ മുഴുവൻ പണമല്ലേ, ദുന്യാവിലെ സുഖല്ലേ. മാത്രല്ല, അത് മാത്രാണ്, വേറെ ഒരു ചിന്തയുമില്ല. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഇത്തരത്തിലുള്ള മനോഗതിക്കാരുടെ അവസ്ഥ വിവരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത്? ലിഅന്നഹും യളുന്നൂന അന്നഹും അബദൻ ഇലാ ജനാസത്തി ഗൈരിഹിം യൻദുറൂൻ. ഇവരെന്നും ഇവരെ വിചാരം മറ്റുള്ളവർക്ക് ഇങ്ങനെ സെൻഡ് ഓഫ് നൽകുന്ന പണിയാ വരുത്തുന്ന. ഒരു 10 വീട്ടിൽ മരിച്ചെടുത്ത് പോയിട്ട് അതിലൊക്കെ പങ്കെടുത്ത ആളെ ചിന്താഗതി എന്താ? കുറെ ആൾക്കാരെപ്പോ യാത്ര അയച്ചു, പൊതിഞ്ഞു കൊണ്ടുപോയി ആക്കി, ഇനിയിപ്പോ എത്രത്തിനെ കൊണ്ടുപോയി പൊതിഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടായിരുന്നാവോ. ഇവൻ വേറുള്ളവരുടെ ജനാസയെ കുറിച്ച് അതിനനുഗമിച്ച അതിന്റെ കാര്യം ചിന്തിക്കാണ്. വലാ യഹ്സബൂന അന്നഹും അലൽ ജനായിസി യുഹ്മലൂൻ. നാളെ എന്നെ കൊണ്ടുപോയി ഇതുപോലെ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും അവരത്തരം ചിന്ത വെക്കുകയില്ലല്ലോ എന്ന് ഇമാം ഗസ്സാലി ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് ഉണർവിന് വക നൽകുന്നുണ്ട്. മഹത്തായ പ്രതിഫലം, നമ്മുടെ കുടുംബത്തോടും വേണ്ടപ്പെട്ടവരോടുമുള്ള കടമ. മൂന്നാമതായി ഇതിലുള്ള നേട്ടം ഇബ്റത്തുൽ ലിൽ ബസീർ വതദ്കിറത്തുൻ ലിഅഹ്ലിൽ ഗഫലതി. ബോധമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഇതിൽ പാടുണ്ട്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇതിൽ ഉള്ളത് കൊണ്ട് എല്ലാ സഹോദരന്മാരും ഇത്തരം കാര്യങ്ങളിൽ ഉണർവോടെ പങ്കെടുക്കണമെന്ന് നിങ്ങളെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇനി മയ്യത്ത് ചുമക്കുക, അത് പഠിക്കാണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഉപ്പുംചാക്ക് ചുമക്കുന്നത് പോലെ ചുമക്കാൻ പാടില്ല, അതിനൊക്കെ ഒരു രീതിയും മര്യാദയും. മയ്യത്ത് ചുമക്കൽ ഒരു തരംതാണ പണിയൊന്നുമല്ല. ശവൻ ചുമക്കേ, അതിപ്പോ സംഗതി അയൽവാസിയാണെങ്കിലും നമ്മളത് വേണ്ടപ്പോ അതൊക്കെ ആ കൂലിക്കാരെങ്കിലും ചുമന്നോട്ടെ, അങ്ങനെയല്ല. വലൈസ ഫീ ഹംലിൽ മയ്യിത്തി ദനാഅത്തുൻ വലാ സുഖൂതു മുറൂഅത്തിൻ. മഹാന്മാർ ഫുഖഹാ രേഖപ്പെടുത്തി, മയ്യിത്ത് ചുമക്കുന്നതിൽ ഒരു അപമാനവുമില്ല, അതൊരു തരം താഴ്ന്ന പണിയല്ല.
വലാ സുഖൂത്തു മുറുവത്തിൻ, നമ്മുടെ ആണത്വം, നമ്മുടെ മുറുവത്ത് തകരുന്ന പണിയല്ല. ബൽ ഫഅലഹു സ്വഹാബത്തു വത്താബിഊൻ, നബിയെ കണ്ടുപഠിച്ച സ്വഹാബത്തും താബിഈങ്ങളും മയ്യിത്ത് ചുമന്നിട്ടുണ്ട്. അതുകൊണ്ട് മയ്യിത്ത് ചുമക്കുക എന്നത് ബൽ ഹുവ ബിർറുൻ വ ഇക്റാമുൽ ലിൽ മയ്യിത്തി, അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്. നേരത്തെ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞിടത്ത്, കഫൻ ചെയ്യുന്ന സ്ഥലത്ത്, മറവ് ചെയ്യുന്ന സ്ഥലത്ത്, നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ പുണ്യമുണ്ടല്ലോ. ഇതുപോലെ തന്നെ വഹുവ ബിർറുൻ വ ഇക്റാമുൽ ലിൽ മയ്യിത്തി, അതൊരു ഗുണമാണ്, അതൊരു ഹസനത്താണ്. വ ഇക്റാമുൽ ലിൽ മയ്യിത്തി, ആ മയ്യിത്തിനോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ് മയ്യിത്ത് ചുമക്കൽ. നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ച നമ്മൾ തന്നെ ചുമക്കുക, അത് വളരെ പുണ്യമുള്ളൊരു കാര്യമാകുന്നു. ഇനി എങ്ങനെ ചുമക്കുക? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു അതിനെ വഹിക്കേണ്ട വിധം. വഹംലുൽ മയ്യിത്തി ബൈനൽ അമൂദൈനി അഫ്ളലു മിനത് തർബീഅ്. വഹംലുൽ മയ്യിത്തി ബൈനൽ അമൂദൈനി അഫ്ളലു മിനത് തർബീഅ് ലിൽ ഇത്തിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വിധം ചുമക്കുക, വഹിക്കുക. എങ്ങനെയാണത്? എങ്ങനെയാണ് ചുമന്നു കൊണ്ടുപോകേണ്ടത്? വഹംലുൽ ജനാസത്തി ബൈനൽ അമൂദൈനി അഫ്ളലു മിനത് തർബീഅ്. മയ്യിത്ത് കട്ടിൽ നമുക്കറിയാലോ, 6 കാലുണ്ടാവും, പിന്നെ 2 ഭാഗത്ത് ഓരോ 2 കൈയുണ്ടാവും, 2 ദണ്ടുണ്ടാവുമല്ലോ പിടിക്കാൻ. മയ്യിത്ത് കട്ടിലിന് മുന്നിലും പിന്നിലും 2 കാലുകൾ ഉണ്ടാവും. മുൻഭാഗത്ത് ബൈനൽ അമൂദൈനി, അങ്ങനെ ബിഅൻ യളഅൽ ഖശബതൈനിൽ മുതഖദ്ദിമതൈനി അലാ അതിഖിഹി വറഅസുഹു ബൈനഹുമാ, അങ്ങനെയാണ് ഫുഖഹാ പറഞ്ഞത്. അത് പൊക്കി പിടിച്ചിട്ട് ആ 2 ദണ്ടുകൾ തോളിലൂടെ വെക്കുക. വറഅസുഹു ബൈനഹുമാ, അതിനിടയിൽ തലയായിക്കൊണ്ട്. അപ്പോൾ മുന്നിൽ ഒരാൾ. ഈ മയ്യിത്ത് കട്ടിലിന്റെ ഫ്രണ്ട് ഭാഗത്തെ 2 കൈകൾ ആ ദണ്ടുകൾ തോളിൽ വെച്ചിട്ട് തല അതിനിടയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അങ്ങനെ. പിന്നെയോ വയഹ്മിലുൽ മുഅഖിറതൈനി റജുലാനി, പിറകിലുള്ള 2 ദണ്ടുണ്ടല്ലോ പിടി, ആ പിടിയിൽ 2 പേര്, ഓരോ ഭാഗത്ത് ഓരോ ആളുകൾ, അങ്ങനെ 2 ആളുകൾ. പിറകിൽ 2 പേർ, ഇടതുവശത്തും വലതുവശത്തും ഓരോരുത്തർ. ഒരു കാലിൽ ഒരാൾ പിടിക്കുക, മറ്റേ കാലിൽ വേറൊരാൾ. അപ്പൊ മൊത്തം എത്ര ആളായി? 3 പേർ. 3 പേർ. പിറകിൽ 2 പേർ. എന്തേ 2 പേര്? അവിടെ ഒരാൾ പോരെ, അവിടെ വേറെ ബുദ്ധിമുട്ടുണ്ട് ഒരാളായാൽ. അദ്ദേഹം ഇതേപോലെ ചുമലിട്ടിട്ട് തല ഇടയിൽ വെച്ചാൽ ഫ്രണ്ടിൽ ഈ കട്ടില് താഴേക്ക് കാണൂല, കുഴി കാണാൻ പറ്റൂല, കല്ല് കാണാൻ പറ്റില്ല, തടഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ സൈഡിലും ഓരോരുത്തരും നിന്നാലോ ഫ്രണ്ടിലേക്ക് കാണാൻ സൗകര്യമുണ്ട്. ഇങ്ങനെ ഇതാണ് 3 പേർ ചുമന്നു പോവുക. ഇതാണ് അഫ്ളൽ. لأن رسول الله صلى الله عليه وسلم حمل سعد بن معاذ كذلك. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയപ്പോൾ ഇപ്രകാരം ചുമക്കാനാണ് നബി പഠിപ്പിച്ചത്. റവാഹുൽ ഇമാം ശാഫിഈ ഫിൽ ഉമ്മി. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അവിടുത്തെ ഗ്രന്ഥമായ ഉമ്മിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 3 ആള് പോരാന്ന് തോന്നുകയാണ്, ആള് കുറച്ച് ഫിഗറൊക്കെ ഉള്ള ആളാണെങ്കിൽ 2 പേരെ കൂടെ കൊടുക്കുക. അപ്പൊ എത്രയാ? 5 ആളെ. ഓരോ സൈഡിലും ഓരോ ആളെ വെച്ച് കൊടുത്താൽ 5 ആളെ. 5 പേരും പോരാ എന്ന് തോന്നുകയാണെങ്കിൽ 7 ആക്കാം. ഒറ്റയിൽ അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം. 3 പേർ ഉത്തമം, 3 പേർ പോരാ എന്ന് തോന്നുകയാ. ഈ 3 പേർ എങ്ങനെ വഹിക്കണം? ഫ്രണ്ടിൽ ഒരാള്, ആ 2 വടികൾ ചുമലിൽ വെച്ചുകൊണ്ടൊരാൾ, പിറകിൽ 2 പേർ, ഇങ്ങനെ 3 പേർ. അത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഓരോ ഭാഗത്തും മധ്യത്തിൽ ഓരോരുത്തരെ കൊടുക്കുക. അപ്പൊ 5 ആയി അല്ലേ? ഇപ്പൊ തെർബിയു രണ്ടാമത്തെ ഐറ്റംസ് നമ്മുടെ നാട്ടിലൊക്കെ സാർവത്രികമായിട്ട് കാണുന്ന 2ാമത്തെ രൂപമാണ്. ഏറ്റവും പുണ്യമായ രൂപം ആദ്യം പറഞ്ഞ രൂപമാണ്. 2ാമത്തെ രൂപം തെർബിയു. മുന്നിൽ 2 പേർ, ഓരോ കൈകളിലും ഓരോരുത്തർ, 2 പേർ മുന്നിൽ 2 പേർ പിറകിൽ, ഇങ്ങനെ 4 പേർ. ഇതും ആകാം. പുണ്യമായ രീതി ആദ്യം പറഞ്ഞ രീതിയാകുന്നു ഇങ്ങനെ കൊണ്ടുപോവുക. ഇതാണ് മയ്യിത്ത് ചുമക്കുക. ചുമക്കൽ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണം, നടത്താൻ തുടങ്ങണം. എങ്ങനെ നടക്കണം? അതുവരെ പഠിപ്പിച്ചു ദീനുൽ ഇസ്ലാം. എങ്ങനെ നടക്കണം? നടത്തമാണോ? അല്ല. ഓട്ടമാണോ? അതുമല്ല. ഇന്നത്തെ ഏതാ? ഓട്ടവും അല്ല, നടത്തുമല്ല. ഹദീസിൽ കാണാ, മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജനാസയും കൊണ്ട്, സ്വഹാബത്തിന്റെ ജനാസയും കൊണ്ട് ഞങ്ങൾ പോകുമ്പോ നർമുലു ബിൽ ജനാസത്തി റംല, നർമുലു ബിൽ ജനാസത്തി റംല, ഞങ്ങൾ റംല് നടത്തമാണ് നടന്നിരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലരൊക്കെ, ഹജ്ജിന് പോയവർ. ഹജ്ജിൽ പറയുന്നുണ്ട് റംല് നടത്തം. തവാഫിൽ ചില ഏരിയയിൽ അവിടെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഓട്ടവും നടത്തുമല്ലാത്ത രീതിയിൽ അവിടെ പോകണമെന്ന്. ഇന്നത്തെ ഹജ്ജിന് പോകുന്ന സമയത്തിന് സാധിക്കൂല, തിരക്കുണ്ട്. എന്നാലും നിയമം അങ്ങനെ ഉണ്ട്, സുന്നത്താണത്. എന്ന് വെച്ചാൽ ഓട്ടമല്ല,
നടത്തുമല്ല, വേഗത കൂട്ടിയ നടത്തം. അർ-റംലു അൽ-ഇസ്റാഉ ബിൽ മശി, പെട്ടെന്ന് നടക്കുക. ഇതാണ് റംല് നടത്തം. ഇങ്ങനെ ഞങ്ങൾ പോയിരുന്നു, അതായിരുന്നു ഞങ്ങളുടെ ശൈലി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റഅ യൗമ മാത സഅദ് ഇബ്നു മുആദ്, ഞങ്ങളിലെ പ്രിയപ്പെട്ട സ്നേഹിതൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അന്ന് സഅദിന്റെ ജനാസയും കൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോയപ്പോ പുന്നാര നബി തങ്ങൾ നടത്തത്തിന് വേഗത കൂട്ടി. ഹത്താ ഖതഅത് നിആലുനാ, സഹാബത്ത് പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും ചെരുപ്പ് പൊട്ടിപ്പോയി. നടത്തത്തിന് വേഗത കൂട്ടിയിട്ട് ചെരുപ്പ് പൊട്ടിപ്പോയി. ഹത്താ ഖതഅത് നിആലുനാ, അത്രയും വേഗത്തിൽ നടക്കുക. അപ്പൊ നടത്തവുമല്ല, എന്നാൽ ഓട്ടവുമല്ല, വളരെ പെട്ടെന്ന്. എന്നാൽ ജീർണിച്ച ബോഡിയാണെങ്കിൽ സൂക്ഷിക്കണം, വളരെ പതുക്കെ കൊണ്ടുപോകാവൂ. എന്നുവെച്ചാൽ വേഗത വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, ഇത് വൈബ്രേറ്റ് ചെയ്താൽ അതിന് ബുദ്ധിമുട്ട് പറ്റും എന്ന് കണ്ടാൽ അതിനനുസരിച്ച് ഉള്ള ഒരു കൊണ്ടുപോകലാണ് വേണ്ടതെന്ന് മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മനസ്സിലാക്കാനുള്ളത് എവിടെ നടക്കണം. ഇത് കൊണ്ടുപോവുകയാണല്ലോ, ഒപ്പമുള്ള ആളുകൾ ഏത് ഭാഗത്ത് നടക്കണം, മുന്നിലോ പിന്നിലോ കൂടെയോ. അൽ മശിയോ അമാമഹാ ബിഖുർബിഹാ അഫ്ളലു, മുന്നിൽ നടക്കലാണ് അഫ്ളല്. ബിഖുർബിഹാ, മയ്യിത്തിനടുത്ത് മുന്നിൽ നടക്കലാണ് ഏറ്റവും നല്ലത്. ലിൽ ഇത്തിബായി, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാണ്. അൻ സാലിമിൻ അൻ നബീഹി ഖാല റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂ ബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ യംശൂന അമാമൽ ജനാസ. സാലിം റളിയല്ലാഹു അൻഹു അൻ അബീഹി ഖാല, ആ സ്വഹാബി പറയുകയാണ്, റഅയ്തു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, നബിയെ കണ്ടു, അബൂബക്കർ ഉമർ എന്നീ സഹാബികളെയും കണ്ടു, യംശൂന അമാമൽ ജനാസ, അവരൊക്കെ നടന്നത് ജനാസയുടെ മുന്നിലാണ്. അതുകൊണ്ട് മുന്നിൽ നടക്കലാണ് അഫ്ളല്, അതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. അടുത്ത് മുന്നിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇത് ഖുർബിഹ, അടുത്ത്. എല്ലാവരും അതിന്റെ മുന്നിൽ അടുത്ത് തന്നെ ആകണം എന്ന് പറഞ്ഞാൽ ആള് കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ കൂട്ടത്തിലാകണം, ഈ മയ്യിത്തിന്റെ കൂടെയുള്ളവരാണെന്ന് ഗണിക്കപ്പെടണം. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കുറെ ദൂരെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഈ ലൈനിൽ ഈ കൂട്ടത്തിലുള്ള ഒരു അംഗാകണം. ചില ആളുകൾ എന്താവും, മുന്നിലേക്ക് ഓടും. വൈകിക്കഴിഞ്ഞാൽ മയ്യത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂത്രക്കരയിലും ഹൗദും കരയിലൊക്കെ തിരക്കാവും. അതുകൊണ്ട് വേഗം അങ്ങോട്ട് ഓടുക എന്നും പറഞ്ഞിട്ട് അവൻ ഈ സുന്നത്ത് കിട്ടൂല. ഏത് സുന്നത്ത് കിട്ടൂല? മയ്യത്തിനെ അനുഗമിച്ച കൂലി കിട്ടൂല. ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഒന്നുണ്ടായിക്കോ, അല്ലെങ്കിൽ എന്താ അവിടെ കുറച്ച് തിരക്കിക്കോ, തിരക്കിയാലും കൂലി ഉണ്ട് ഇതിന്. അപ്പൊ പറഞ്ഞു വരുന്നത് ആ ഗണത്തിൽ പെടണം. അങ്ങനെ കുറച്ച് അകലെയായാലും വിരോധമില്ല. പിന്നെയൊന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മളൊക്കെ ഇപ്പൊ ഒന്ന് പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ പോകുന്ന രീതി എങ്ങനെ, തൊട്ടടുത്ത് പള്ളിയാണെങ്കിൽ തന്നെ നമ്മൾ വണ്ടിയിൽ പോകും. ഇത് സുന്നത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതിന് ഘടകവിരുദ്ധമാണ്. രോഗിക്ക് വാഹനത്തിൽ പോകാം, കാലിന് സുഖമില്ലാത്ത ആളുകൾക്ക് വാഹനത്തിൽ പോകാം, വല്ല കാരണങ്ങളുണ്ടെങ്കിൽ ആകാം, തെറ്റില്ല. അകാരണമായി വാഹനത്തിൽ പോകൽ സുന്നത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനക്കെതിരാണ്. പുണ്യകരമായ കാര്യത്തിനൊക്കെ നടക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സഹോദര സമുദായങ്ങളിൽപ്പെട്ട ഹൈന്ദവ സഹോദരന്മാർ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി ശബരിമലയിലേക്ക് നടന്നു പോകുന്നു. അവർ കാലിൽ ചെരുപ്പ് പോലും അണിയാതെ കാലുകൾ പൊട്ടി വൃണമായി ക്ലേശിച്ച് നടന്നു പോകുന്നു. മലയാറ്റൂർ മലയിലേക്ക് കുരിശും പേറിക്കൊണ്ട് ക്രൈസ്തവ സമൂഹം മല കയറുമ്പോ നമുക്കത് കാണുമ്പോ പുച്ഛമാണ്. അവരെ വഴി പഴച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷെ അവരുടെ ത്യാഗം, ആ ത്യാഗം നമ്മൾ വകവെച്ചു കൊടുക്കരുത്. വിശ്വാസം കൊണ്ടുള്ള ത്യാഗാണത്. എന്നാ ഈ ത്യാഗം സത്യവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നത് നമുക്കില്ലല്ലോ. നമ്മളോട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളാരെയും നടക്കലുണ്ടോ? ഉദാഹരണം, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്നതിൽ നടക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസി പ്രഭാത സമയത്ത് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടി സ്വഭവനത്തിൽ നിന്നിറങ്ങി യംശി, അവൻ നടക്കുകയാണ്. മശാദ്, അവൻ ഒരിക്കലും വണ്ടി കയറിയില്ല, വാഹനപ്പുറത്ത് കയറിയില്ല. മശാ, അവൻ നടക്കുകയാണ്, വാഹനത്തിൽ കയറാതെ പള്ളിയിലേക്ക് നടക്കുകയാണ്. എന്നാൽ ഫലഹു അജ്റു സനാ, ഒരു വർഷം നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു അവന് വേണ്ടി രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വർഷം നന്മ ചെയ്ത കൂലി, ഒരു കൊല്ലം
കണ്ടിന്യൂ ആയിട്ടൊരു സുന്നത്തായ അമല് ചെയ്ത കൂലി പ്രഭാത സമയത്ത് തന്നെ പള്ളിയിലേക്ക് ഇറങ്ങി നടന്ന മനുഷ്യനുണ്ട്. അൻ സൗബാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ സൗബാൻ പറയുന്നു, ഒരു ജനാസ സംസ്കരണത്തിൽ ഒരു ജനാസയെ കൊണ്ടുപോകുന്ന സമയത്ത് നബി തങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഉത്തിയാ ബിദാബത്തിൻ, ഒരു മൃഗം നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു മൃഗത്തെ സഹാബത്ത് കൊണ്ടുവന്ന് നിർത്തി. കൊണ്ടുപോവാണ്, പള്ളിപ്പറമ്പ് കൊണ്ടുപോവാണ്, കയറാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോ അബാ അൻ യർകബഹ, നബി പറഞ്ഞു എനിക്ക് വാഹനം വേണ്ട, കൊണ്ടുപോക്കോ. കേറിയില്ല. അങ്ങനെ പോയി. ഫലമ്മൻ സറഫാ, മയ്യിത്ത് സംസ്കരണം പൂർത്തിയായി, മറവ് ചെയ്തു, എല്ലാം കഴിഞ്ഞപ്പോ ഫഉതിയ ബിദാബത്തിൻ, അപ്പൊ ഒരു മൃഗത്തെ കൊണ്ടുപോയി തിരുനബിയുടെ മുന്നിൽ നിർത്തി. ഫറകിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ കയറി. മയ്യിത്ത് മറവ് ചെയ്തതിന് ശേഷം വാഹനം കയറി തിരിച്ചു പോരാ. കൊണ്ടുപോകുമ്പോ പാടില്ല, കൊണ്ടുപോകുമ്പോ മുന്നിൽ പോകണം, മുന്നിൽ പോകണം, വാഹനത്തിൽ പാടില്ല. ഈ മുന്നിൽ പോകണമെന്ന് പറയാൻ കാരണം ഇതിൽ വേറൊരു ന്യായം കൂടി പറഞ്ഞിട്ടുണ്ട് ഫുഖഹാ. ലി അന്നഹു ഷഫീഉൻ, അവൻ റെക്കമെൻഡ് ചെയ്യാൻ പോവാണ്. വഹഖു ഷഫീഇ അൻ യതഖദ്ദമ, റെക്കമെൻഡ് ചെയ്യുന്ന ആൾ എപ്പോഴും ആവശ്യക്കാരന്റെ മുന്നിൽ പോകണ്ടേ. ഒരാൾക്കൊരു ആവശ്യമുണ്ട്, അങ്ങനെ റെക്കമെൻഡ് ചോദിച്ചു അവിടെ പോയിട്ടൊന്ന് പറയോ, ഞാൻ പറയാം. എന്നാൽ ഇയാൾ എപ്പോൾ പോകണം? ആവശ്യക്കാരൻ അവിടെ എത്തുന്നതിന്റെ മുമ്പ് പോകണം, എന്നാലല്ലേ കാര്യമുള്ളൂ. മുന്നിൽ പോകണം. ഇവൻ ചെന്നതിന് ശേഷം ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്നിട്ട് കാര്യമില്ല. അവിടെ മുന്നിൽ പോവുക, മുന്നിൽ പോക്ക് തന്നെ, നടന്നു പോവുക. ഇങ്ങനെ വാഹനപ്പുറത്ത് പോകാൻ നിരസിച്ച് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് വാഹനപ്പുറത്ത് തിരിച്ചു പോകുന്നു പുന്നാര നബി. ഫഖീല ലഹു, സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ അങ്ങോട്ടങ്ങ് വണ്ടി കയറി? ഇല്ലല്ലോ, തിരിച്ചു വണ്ടി കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മലായികത കാനത് തംശീ ഫലം അകുൻ ലി അർകബ വഹും യംശൂൻ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാൻ മലക്കുകൾ നടന്ന് ഇങ്ങനെ പോരുന്നത്, എന്നിട്ട് ഞാൻ വാഹനപ്പുറത്ത് പോകുന്നത് എനിക്ക് പ്രയാസമായി പോയി. ഫലമ്മാ ദഹബു, മയ്യിത്ത് മറവ് ചെയ്തത് കഴിഞ്ഞപ്പോൾ മലക്കുകൾ പോയി. ഫറകിബ്തു, ഞാൻ വാഹനം കയറി. ഒരിക്കൽ ഒരു ജനാസ, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസ, ഒരു മയ്യിത്ത്, സഹാബികളിൽ ഒരാൾ മരിച്ചപ്പോൾ ആ മയ്യിത്തും കൊണ്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പൊ ഒരു സംഭവം ഉണ്ടായി. റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനളറ ഇലാ ഉനാസിൻ യർകബൂൻ, കുറച്ച് ആളുകൾ വാഹനപ്പുറത്ത്, കുറച്ച് ആളുകൾ നടക്കുക. ഈ രംഗം കണ്ടിട്ട് നബി തങ്ങൾ അല്പം ഗൗരവത്തോടെ വാഹനപ്പുറത്ത് കയറി മയ്യിത്തിനെ പിന്തുടരുന്ന ജനാസ വിലാപയാത്രയിൽ പങ്കെടുത്ത സ്വഹാബികളുടെ മുഖത്ത് നോക്കി നബി തങ്ങൾ പറഞ്ഞു, അലാ തസ്തഹയൂൻ, നാണമില്ലടാ നിങ്ങൾക്ക്, നാണമില്ലേ? ഫഇന്നൽ മലായികത അലാ അഖ്ദാമിഹിം, മലക്കുകളൊക്കെ നടക്കുകയാണ്. വ അൻതും അലാ ദുഹൂരി ദവാബ്, അബൂ ദാവൂദ് ഇബ്നു മാജയിൽ കാണാം, അൻതും റുക്ബാൻ, മലക്കുകൾ നടക്കാൻ, നിങ്ങൾ വാഹനപ്പുറത്ത്. നാണമില്ലേ? ലജ്ജിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നടക്കുകയാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. നമ്മളാരും നടക്കലില്ല. പിന്നെ കുറച്ച് ലോങ്ങാണ്. മയ്യിത്ത് കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ്. അപ്പം നടന്നു പോയാൽ രണ്ടാമത്തെ മയ്യിത്ത് വേറൊരാൾ മരിച്ചിട്ട് വേണ്ടി വരും പിന്നെ അതിൽ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ. അപ്പം അത്തരം വേളകളിലൊക്കെ വാഹനത്തിലാകാം. തൊട്ടടുത്ത് നടന്നെത്താൻ സൗകര്യമുള്ള ഭാഗമാണെങ്കിൽ നടന്നു പോവുക. പുന്നാര നബി വാഹന സൗകര്യം ഉണ്ടായിട്ടും വാഹനം മുന്നിലെത്തിയിട്ട് വാഹനത്തിൽ കയറാതെ നടന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുണ്യകരമായ കാര്യമൊക്കെ മനസ്സിലാക്കി ചെയ്യാം. അള്ളാഹു പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.